കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം അതാണ് എന്ന രൂപത്തിലൊക്കെയാണ് മാധ്യമങ്ങൾ അതിനെ പൊലിപ്പിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തത്. ദിവസങ്ങളോളം അന്തിച്ചർച്ചയൊക്കെ നടന്നു. വിഷയം മറ്റൊന്നുമല്ല, KSRTC ഡ്രൈവറും മേയറും MLAയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതിൻ്റെ പിറകിൽ മറ്റു ചില ലക്ഷ്യങ്ങളൊക്കെയുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതല്ല കാര്യം. ഡ്രൈവറെ മഹാപുരുഷനായി വാഴ്ത്തപ്പെട്ട സംഭവം അതാണ് ഇതിൽ ഏറ്റവും വിമർശനം ഉയർന്നു വന്ന ഒരു കാര്യം. ഈ ഡ്രൈവറുടെ പിന്നാമ്പുറ കഥകൾ, അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം, ഈ സ്ത്രീകളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള കേസുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് യദു എന്ന ഡ്രൈവർ ഒരു മഹാനാണ് എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു വിമർശനമായി ഉയർന്നു വന്നത്. ആ സമയത്താണ് ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. സിനിമാ നടി റോഷ്നി തൻ്റെ അനുഭവം പറയുന്നു. ഇതേ ഡ്രൈവർ തന്നോടും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്ന്, വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ തന്നെ അക്കാര്യം MVDയെ അറിയിച്ചിരുന്നുവെങ്കിലും MVDയും ആ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനാണ് ഉപദേശിച്ചത്. പിന്നീട് പോലീസും അത്തരം പ്രശ്നങ്ങളുമായി പുറകെ പോകാൻ സമയമില്ലാത്തത് കൊണ്ട് താൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ല. ഈ ഡ്രൈവറുടെ ദൃശ്യങ്ങൾ വീണ്ടും കണ്ടപ്പോഴാണ് എനിക്ക് ആ സംഭവം ഓർമ്മ വന്നതും അത് ജനങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയതും എന്നാണ് റോഷ്നി ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. ഏതായാലും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ യദുവിനോട്, ഈ KSRTC ഡ്രൈവറോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കും, ഇതിനോട് പ്രതികരണം ചോദിക്കും. ആ പ്രതികരണം ചോദിച്ച ഘട്ടത്തിൽ പറഞ്ഞത് ഈ സംഭവം ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേയില്ല എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായും നിഷേധിക്കുകയും നിങ്ങൾക്കെന്താ ഇപ്പോൾ സിനിമയൊന്നുമില്ലേ, അതുകൊണ്ട് ആരെങ്കിലും പൈസ തന്നിട്ട് പറയിക്കുകയാണോ എന്ന രൂപത്തിൽ വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തത് എന്നതും ലോകം കണ്ടതാണ്. മാതൃഭൂമി ന്യൂസിലാണ് യദു എന്ന KSRTC ഡ്രൈവർ നടിയായ റോഷ്നിയോട് മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തത്. ആ സംഭവം എനിക്ക് ഓർമ്മയില്ല, അത്തരമൊരു സംഭവം നടന്നിട്ടേയില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. ആ റൂട്ടിൽ ഞാൻ ബസ് ഓടിച്ചിട്ടുമില്ല എന്ന് വരെ പറയാൻ യദു തയ്യാറായി. എന്നാൽ ഇന്നിതാ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു, പുതിയ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. ആ ദിവസം ആ റൂട്ടിലൂടെ KSRTC ബസ് ഓടിച്ചിട്ടുണ്ട് യദു എന്ന KSRTCയുടെ ഈ താൽക്കാലിക ഡ്രൈവർ എന്ന രേഖകളാണ്, അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ രേഖകൾ പ്രേക്ഷകർക്ക് കാണാം. ജൂൺ 18 തിരുവനന്തപുരത്ത് നിന്നും ഡ്യൂട്ടി നമ്പർ 116 ആയി പുറപ്പെട്ട RP 492 നമ്പർ ബസ്. തിരുവനന്തപുരം വഴിക്കടവ് ബസിൻ്റെ ഡ്രൈവറുടെ പേര് കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യദു LH എന്നാണ്. യദു LH എന്ന് കൃത്യമായും രേഖപ്പെടുത്തിയ വർക്ക് ഷീറ്റ് KSRTCയുടെ ഔദ്യോഗിക രേഖയുടെ ഫോട്ടോസ്റ്റാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ 18 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത്. തിരികെ 19 വഴിക്കടവ് നിന്നും പുറപ്പെട്ട ബസ് പെരിന്തൽമണ്ണ കുന്നംകുളം വഴി തൃശ്ശൂർ എത്തിയത് 2:15 എന്നും ഈ രേഖയിൽ കൃത്യമായും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ യദു എന്ന KSRTC ഡ്രൈവർ പറയുന്നത് കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് പുറത്തു വന്നത്. എനിക്ക് സംഭവം ഒന്നും അറിയില്ല, ഞാൻ ആ ദിവസം ആ വഴിക്ക് ബസ് ഓടിച്ചിട്ടില്ല എന്നൊക്കെയാണ് യദു ആദ്യം പറഞ്ഞത്. എന്നാൽ ഈ രേഖ പുറത്തു വന്നതിന് ശേഷം ഇതേ കാര്യം യദു എന്ന ഡ്രൈവറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് അതിനേക്കാളും രസകരം. മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്നു, എന്നെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഓർമ്മയില്ല, ഇനിയിപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കണം, ഡിപ്പോയിൽ പോയാൽ മാത്രമേ ശേഖരിക്കാൻ കഴിയുകയുള്ളൂ, എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ വേട്ടയാടുന്നത്, എൻ്റെ ഭാഗത്തല്ലേ ന്യായം എന്നൊക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറാനാണ് യദു ശ്രമിച്ചത്. അതും കൂടി നമുക്കൊന്ന് കാണാം. ജൂൺ 12 ഇല്ല, അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം. ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പം ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. എനിക്ക് ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു. അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് യദു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയേണ്ട. വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ, കോഴിക്കോട് പോയിട്ടുണ്ട്, നിലമ്പൂർ പോയിട്ടുണ്ട്, വഴിക്കടവ് പോയിട്ടുണ്ട്. KSRTC ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത്. ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഉദ്ദേശം. പിന്നെ
ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഫയൽ ചെയ്തത്. ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ അതാണ് വക്കീൽ പറയുന്നത്. ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം. എന്നെ കണ്ടു അല്ല ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ കാര്യമില്ലേ? അവർ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത്? ആരാണ് യദു, എന്താണ് യദു എന്ന ഡ്രൈവർ എന്ന് അദ്ദേഹത്തിന്റെ ഈ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഇതിനേക്കാളും മോശമായ രൂപത്തിലാണ് മാതൃഭൂമി ന്യൂസിൽ നടി റോഷ്നിയോട് സംസാരിച്ചത് എന്നതും നാം കണ്ടതാണ്. ചില പ്രേക്ഷകരൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. ഇപ്പോഴിതാ നോക്കൂ, വളരെ മോശമായ രീതിയിൽ തനിക്കെതിരെ എന്തെങ്കിലും ചോദ്യം ഉയർന്നു വന്നാൽ പറയുന്നത് മുഴുവൻ കള്ളമാണ്, ആ കള്ളം പൊളിഞ്ഞു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുക, മാധ്യമപ്രവർത്തകരോട് മോശമായി പറയുക, എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക, എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് പറയുക. ഇങ്ങനെയാണ് ഓരോ ദിവസം കഴിയുന്തോറും മാറ്റി മാറ്റി പറയുന്നത്. അങ്ങനെ മാറ്റി മാറ്റി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പറയുന്നത് കള്ളമാണ് എന്നതുകൊണ്ട്. കള്ളമല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഒരേ കാര്യത്തിൽ അങ്ങ് ഉറച്ചു നിന്നാൽ പോരെ? എന്തിനാണ് മാറ്റി മാറ്റി പറയുന്നത്? മാറ്റി മാറ്റി പറയുന്നത്, പറയേണ്ടി വരുന്നത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു മറുപടി പറയും, പിന്നീട് വേറൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറ്റൊരു മറുപടി പറയും. അങ്ങനെ ഈ മറുപടിയിൽ വൈരുദ്ധ്യമുണ്ടാകും. ഈ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുകളിലേക്ക് ചാടിക്കയറുക. ഇതാണ് ഇപ്പോഴത്തെ യദു എന്ന ഡ്രൈവറുടെ അവസ്ഥ. ഇതിനേക്കാളും നാണം കെട്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളും UDF നേതാക്കളും ഒക്കെ ഈ സംഭവം നടന്ന ഉടനെ കിട്ടിപ്പോയി മേയർക്കെതിരെ ഒരു ആയുധം എന്ന രൂപത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റുന്നു. ചർച്ച മാത്രമല്ല, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിഷയം മാത്രമായിരുന്നു മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത്. ദിവസങ്ങളോളം തലക്കെട്ടുകളിൽ ഈ സംഭവം നടന്നു. പത്രമാധ്യമങ്ങളും വലിയ കോളങ്ങൾ ഇതിനുവേണ്ടി മാറ്റിവെച്ചു. ദിവസങ്ങൾ 2-3 ദിവസം അന്തിച്ചർച്ച നടന്നു. ഈ യദു എന്ന ഡ്രൈവർ ഒരു മഹാനാണ്, കേരളത്തിന്റെ ഒരു ആരാധ്യ പുരുഷനായി മാറേണ്ട വ്യക്തിയാണ് എന്ന രൂപത്തിലൊക്കെയാണ് മാധ്യമങ്ങൾ യദുവിനെ ഉയർത്തി കൊണ്ടുവന്നത്. അങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് യദു എന്നും യദുവിന്റെ ക്രിമിനൽ പശ്ചാത്തലം പോലും പുറത്തു വന്നു. 3ഓളം കേസുകൾ ഉണ്ടായിരുന്നു. ഇതേപോലെ സ്ത്രീകളോട് മോശമായി പെരുമാറിയ കേസ്, KSRTC ബസ് തന്നെ വളരെ മോശമായ രീതിയിൽ ഡ്രൈവ് ചെയ്തതിന് എതിരെ നൽകിയ പരാതി, ഈ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തത്. ആ ഒത്തുതീർപ്പാക്കിയത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അനിയൻ പോലീസിലാണ്, ആ പോലീസുകാരനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കിയത് എന്ന വാർത്തകളും ഇതിനകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോശമായ ഒരു പശ്ചാത്തലമുള്ള ഒരാളെ, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പശ്ചാത്തലമുള്ള ഒരാളെ വളരെ വെള്ളപൂശി വെളുപ്പിച്ചെടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ച ശ്രമങ്ങളാണ് നാണക്കേട് എന്ന് പറയേണ്ടി വരും. അത്രമാത്രം താണ തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ പെരുമാറിയത് ഈ വിഷയത്തിൽ. കാരണം അപ്പുറത്ത് മേയറാണ്, കാരണം അപ്പുറത്ത് CPIM-ന്റെ നേതാവാണ് എന്നതുകൊണ്ട് മാത്രം. ആരാണ് ഇടതുപക്ഷത്തിന് എതിരെ പറയുന്നത്? ആരാണ് CPIM-ന് എതിരെ പറയുന്നത്? ആരാണ് ഇടതുപക്ഷത്തിന് ഏതെങ്കിലും ഒരു നേതാക്കൾക്കെതിരെ പറയുന്നത്? അവർ എപ്പോഴും മഹാനായി മാറുന്ന ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് യദു എന്ന KSRTC ഡ്രൈവറും മേയറും MLA-യും തമ്മിലുള്ള തർക്കത്തിൽ കാണുന്നത്. ഏതായാലും മാധ്യമങ്ങൾ മെല്ലെ മെല്ലെ സത്യം മനസ്സിലാക്കി പിന്തിരിയുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. എന്നിരുന്നാലും കള്ളം ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരുപാട് കേരളം ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു. മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് കോളങ്ങൾ യദുവിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞു. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് ഇപ്പോൾ ആ വാർത്തയിൽ നിന്ന് പുറകോട്ട് പോയാലും നേരത്തെ പറഞ്ഞ കള്ളങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും. എന്താണോ ഉദ്ദേശിച്ചത്, മാധ്യമങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് അവർ നേടുക തന്നെ ചെയ്തിട്ടുണ്ട്. CPIM-നെ, CPIM നേതാക്കളെ കരുതേച്ച് കാണിക്കുക. അതിനുവേണ്ടി ആരെയും, ഏത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെയും, എന്ത് മോശം പശ്ചാത്തലമുള്ള ആളുകളെയും വെളുപ്പിച്ചെടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ രീതി, അതാണ് ഇവിടെ കണ്ടത്. ഏതായാലും മെല്ലെ മെല്ലെയെങ്കിലും സത്യം പുറത്തു വരും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്.